വരികയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും കാര്യങ്ങൾ ഒട്ടും സുഖകരമായി അല്ല പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഹോർമുസിൽ വീണ്ടും ഇറാന്റെ ആക്രമണം സംഭവിക്കുകയാണ്. അതായത് ഇറാന്റെ പാതയിലൂടെ അല്ലാതെ കടന്നു പോകുന്ന എണ്ണ ടാങ്കറുകൾ ആക്രമിക്കും എന്ന് ഇറാൻ പറഞ്ഞത് തൊട്ടു പിന്നാലെ 2 UAE എണ്ണ ടാങ്കറുകൾ ഇറാൻ തകർക്കുന്നു. ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ടാങ്കറുകൾക്ക് തീപിടിക്കുന്നു. ഇതിൻ്റെ ദാരുണമായൊരു സംഭവം, അപകടത്തിൽ മരിച്ചത് ഒരു ഇന്ത്യക്കാരനാണ്. 8 പേർക്ക് പരിക്കേറ്റതിൽ 6 പേരും ഇന്ത്യക്കാരാണ്. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടിയാണ്. അതായത് ഒമാൻ തീരം വഴി ഹോർമുസ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച UAE മംബാസ് അൽബാഹിയ എന്നീ 2 എണ്ണക്കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് UAE ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. UAE പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ് സുധാ ബിജു, ഹോർമുസ് സംഘർഷഭരിതമാണ്. ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പല ആക്രമണങ്ങൾ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ പശ്ചാത്തലമുണ്ട് ഇറാന്റെ ഭാഗത്ത്. നമുക്കറിയാം, ഹോർമുസ് ഇറാന്റെ ഒരു കേന്ദ്രമാണ്, തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അവർക്കാണ് അവിടെ നിയന്ത്രണമുള്ളത്. അവരുടെ പാതയല്ലാതെ പോയാൽ അവർ ആക്രമിക്കും. അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇറാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാന്റെ ആക്രമണം കാരണം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അത് തീർച്ചയായിട്ടും താറുമാറായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വില കൂടി ഉയർന്ന പശ്ചാത്തലമുണ്ട്. നിലവിൽ $79 ക്രൂഡ് ഓയിലിന്റെ വില എത്തി നിൽക്കുന്നത്. ഇതിനു മുൻപേ വില കുറഞ്ഞപ്പോൾ 65 വരെ എത്തിയതായിരുന്നു. അതാണ് ഇപ്പോൾ ഒറ്റയടിക്ക് പടിപടിയായി ഉയർന്ന് 79 എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് UAE 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഇതിൽ മംബാസ അതുപോലെ അൽബാഹിയ എന്ന് പറയുന്ന 2 കൂറ്റൻ എണ്ണ ടാങ്കറുകൾക്ക് തീപിടിക്കുകയുണ്ടായിരുന്നു. ഇത് UAE തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടത്. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേരും ഇന്ത്യക്കാരാണ്. മറ്റ് 2 യുക്രൈനിയൻ പൗരന്മാർക്കും പരിക്കേറ്റതായിട്ടാണ് UAE പുറത്തുവിടുന്ന വിവരം. 4 ഇന്ത്യക്കാരുടെ നില ഗുരുതരമാണെന്നും UAE അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആണ് ഈ അമേരിക്കൻ ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ നിലനിന്നിരുന്ന സമയത്ത് US-ന്റെ ആക്രമണത്തിൽ ഒരു കപ്പൽ തകരുകയും അതിൽ 3 ഇന്ത്യക്കാർ അടക്കം കൊല്ലപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും അടുത്ത ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഒരു ആക്രമണം നടന്നത്. അതിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മേഖലയിൽ ഇറാൻ അവരുടെ സ്വാധീനം ശക്തമാക്കുകയാണ്. IRGC പുറത്തുവിട്ട ഒരു വാർത്താക്കുറിപ്പ് പ്രകാരം ഈ UAE 2 എണ്ണ ടാങ്കറുകളും അവരുടെ റഡാർ സംവിധാനം ഓഫ് ചെയ്തുകൊണ്ട് ഒമാൻ തീരം വഴി ഹോർമുസ് കടലെടുക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് IRGC തിരിച്ച് നിരവധി മുന്നറിയിപ്പുകൾ അവർക്ക് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചും യാത്ര തുടർന്നത് കാരണമാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്ന വിശദീകരണം. ഏതായാലും ഇതിനൊരു മറ്റൊരു വശം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രസിഡന്റ് ട്രംപ് ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നു എന്നുള്ള പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നാവിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ തങ്ങളുടെ ആധിപത്യ പ്രദേശമായി പറഞ്ഞിരുന്ന ഹോർമുസിൽ സുപ്രധാന പ്രഖ്യാപനം ട്രംപ് നടത്തുന്നു. അവിടെ ചുങ്കമടക്കം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അവിടെ ചെങ്കടലും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോർമുഖം തുറക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അമേരിക്ക കൈകാര്യം ചെയ്യും ഹോർമുസ് എന്ന് പറയുമ്പോൾ തിരിച്ച് ബാബ് അൽ-മന്ദബ് അടയ്ക്കുമെന്ന് ഇറാൻ പറയുന്ന പശ്ചാത്തലവും പ്രധാനമാണ്. അങ്ങനെ ഇന്ധന വിപണി തകരുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു. രാജ്യങ്ങൾ പട്ടിണിയിലാകുമെന്ന ഇറാന്റെ പ്രസ് TV യുടെ വീഡിയോ പുറത്തു വരുന്നു. എണ്ണവില $200 എത്തും എന്ന് ഒമാൻ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതായത് ചെങ്കടലിലെ അതീവ നിർണായകമായ കപ്പൽ പാതയായ ബാബ് അൽ-മന്ദബ് അടച്ചുപൂട്ടുമെന്നാണ് യമൻ ഭീഷണി ഉയർത്തിയത്. അങ്ങനെ സൗദി അറേബ്യ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ തുടർന്നാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇറാന്റെ പ്രസ് TV അടക്കം പുറത്തുവിട്ട വീഡിയോയിലൂടെയുള്ള മുന്നറിയിപ്പ്. ഇതിപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉടലെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സംഘർഷങ്ങൾ നിരവധിയായി വഷളാകുന്ന സാഹചര്യം ഒരുങ്ങി വരികയാണ്. അവിടെയാണ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടാകുന്നത്. അജയ്, ഈ ട്രംപ് പറയുന്നത് പോലെ ഹോർമുസിന്റെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുമെന്ന് പറയുന്നു. അവിടെ ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. അതുമാത്രമല്ല, ചില ആക്രമണങ്ങൾ, ഇവരുടെ പ്രധാനപ്പെട്ട ചില ഡ്രോണുകൾ, കടലിനടിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ ഇറാന്റെ കപ്പലുകളെ ആക്രമിക്കുന്നു. ഇറാന്റെ ചില മേഖലകൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഇറാന്റെ തന്ത്രത്തിന് മറുപടിയായി ഹോർമുസ് നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ആഗോള വിപണിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ എത്രമാത്രം ആക്രമണം നടത്തുന്നോ അതുപോലെ തന്നെ അമേരിക്കൻ ഉപരോധവും ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഇതിനു മുൻപേ അമേരിക്കൻ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇറാനുമായിട്ട് ഇടയ്ക്ക് വെച്ച് ഒരു ധാരണാപത്രം ഒപ്പിട്ടത് പ്രകാരമാണ് അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ഉപരോധം അവസാനിപ്പിച്ചത്. എന്നാൽ അന്ന് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും മേഖലയിൽ തുടരുമെന്നുള്ളത്. ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷം മേഖലയിൽ ഉടലെടുത്തതോടെയാണ് US ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ഉപരോധം വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. ട്രംപാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഇത്തവണ മുൻപത്തേതുപോലെ ഒരു ഉപരോധം മാത്രമല്ല അമേരിക്കയുടെ ലക്ഷ്യം. US മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷയൊരുക്കുകയാണെന്നും ഇതുവഴി യാത്ര ചെയ്യുന്ന ഇറാനിയൻ കപ്പലുകൾക്ക് മാത്രമാണ് USന്റെ ഭീഷണി ഉള്ളതെന്നും മറ്റ് കപ്പലുകൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ അനുമതി നൽകുന്നതിലൂടെ ആ കപ്പലുകളുടെ സുരക്ഷിതത്വം US ഉറപ്പു നൽകുകയാണ്. ഇതിന് പകരമായിട്ട് USന് മറ്റ് രാജ്യങ്ങൾ ചുങ്കം നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കപ്പലുകളുടെ ആകെ ചെലവിന്റെ 20% തുക USന് ചുങ്കം നൽകണം എന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച് ട്രംപ് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റും ഇട്ടിരുന്നു. വൈറ്റ് ഹൗസിൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഇതേ ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ US ഉപരോധം മേഖലയിൽ വരുന്നത് മാത്രമല്ല നിലവിൽ ഉള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത് അമേരിക്ക ഇതിന് പകരമായിട്ട് ഒരു ചുങ്കം ഏർപ്പെടുത്തുന്നതോടെ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു അധിക ബാധ്യത കൂടി വരുത്തി വെക്കുകയാണ്. തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.